കുട്ടികളെ നമസ്കാരം. ഉറവങ്കരയുടെ ബാലോപദേശം ഖണ്ഡം 3 ആകെ 21 ശ്ലോകങ്ങളുണ്ട്. പക്ഷേ അവയിൽ പലതും ഇന്നത്തെ കാലത്ത് പൊതുവായി എല്ലാ കുട്ടികളെയും ഉദ്ദേശിച്ച് ഉള്ളതല്ലാത്തതിനാൽ അത് നമുക്ക് ഇപ്പോൾ നോക്കണ്ട. അക്കാലത്തെ ബ്രാഹ്മണ ബാലന്മാരെ ഉദ്ദേശിച്ച് ഉള്ള ശ്ലോകങ്ങളാണത്. അതിന് പൊതു സ്വഭാവം ഇല്ല. അത്തരം ആൾക്കാരും ഇന്ന് വളരെ അപൂർവമായി ഇരിക്കുകയാണ്. അത് കാരണം ആദ്യത്തെ 15 ശ്ലോകങ്ങൾ തൽക്കാലം വിസ്തരിക്കാൻ നോക്കാതെ 16ാമത്തെ ശ്ലോകം നോക്കാം. ബാലോപദേശത്തിലെ 3-ാം ഖണ്ഡത്തിലെ 16ാമത്തെ ശ്ലോകം. അതിൽ തുടക്കത്തിൽ പറഞ്ഞ വേദങ്ങൾ, ശാസ്ത്രങ്ങൾ ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ, അതായിരുന്നല്ലോ അക്കാലത്തെ ആദ്യകാലത്തെ സിലബസ്, അത് ഗുരുകുലത്തിൽ താമസിച്ചുകൊണ്ട് പഠിക്കുക. അങ്ങനെയാണ് അന്ന് സമ്പ്രദായം. അല്ലാണ്ട് ട്യൂഷൻ ഫീസ് കൊടുക്കലോ അപ്പപ്പോൾ കൊടുക്കലോ ഒന്നുമില്ല അന്ന്. അപ്പോൾ ഗുരുകുലത്തിൽ താമസിക്കുമ്പോൾ ഇവരുടെ ഭക്ഷണം, ബോർഡിങ്, ലോഡ്ജിങ്ങൊക്കെ ഗുരുവാണ് വഹിക്കുന്നത്. അപ്പോൾ ആ ഗുരുകുല വിദ്യാഭ്യാസം കഴിഞ്ഞ് പോരുന്ന വിദ്യാർത്ഥി എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അത് ഇപ്പോൾ ഇന്ന് ഗുരുവിൽ നിന്ന് അഭ്യാസം കഴിഞ്ഞ് കിട്ടിയാൽ നാം എന്ത് ചെയ്യണം എന്നും ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. 16ാമത്തെ ശ്ലോകം ഇതാണ്. നിസ്തന്ത്രനായി അഖില വിദ്യകളും ഗ്രഹിച്ചാൽ വസ്ത്രം, പണം, കനകഭൂഷണമെന്നിതെല്ലാം ചിത്താദരം ഗുരുവിനേകി നമിച്ച് ഉടൻ തന്മുത്താൽ അനുഗ്രഹവും അശ്രുവും ഏൽക്കമൂർധ്നേ. നിസ്തന്ത്രനായി അഖില വിദ്യകളും ഗ്രഹിച്ചാൽ വസ്ത്രം, പണം, കനകഭൂഷണം എന്നിതെല്ലാം ചിത്താദരം ഗുരുവിന് ഏകി നമിച്ച് ഉടൻ തന്മുത്താൽ അനുഗ്രഹം അശ്രുവും മൂർധ്നി ഏൽക്കാം എന്നാണ് ഇതിൻ്റെ ഒരു അന്വയം വരിക. തന്ത്ര എന്ന് പറഞ്ഞെങ്കിൽ മടിയുള്ള, അലസതയുള്ള എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ നിസ്തന്ത്രനായി എന്ന് പറഞ്ഞാൽ മടി കൂടാതെ, അലസനായിരിക്കാതെ, ഉത്സാഹിയായിട്ട്, ഉത്സാഹത്തോടു കൂടി അഖില വിദ്യകളും, എല്ലാം ഒന്നും വിടാതെ എല്ലാ വിദ്യകളും, അന്നത്തെ സിലബസിൽ പറഞ്ഞ എല്ലാ വിദ്യകളും പഠിച്ചു കഴിഞ്ഞാൽ, ഗ്രഹിച്ചു കഴിഞ്ഞാൽ, മനസ്സിലാക്കി കഴിഞ്ഞാൽ, അറിഞ്ഞു കഴിഞ്ഞാൽ എന്നർത്ഥം. അതൊക്കെ ആ വിദ്യാഭ്യാസ കാലത്ത് 7 കൊല്ലോ എത്ര കൊല്ലച്ചാൽ അത്. അപ്പോൾ അതത് കാലത്ത് എന്താ വിദ്യാഭ്യാസം നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് മുഴുവൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയാണ് ഗുരുവിന് വസ്ത്രം, പണം, കനകഭൂഷണം എന്നിതെല്ലാം. വസ്ത്രം, മുണ്ട്, പിന്നെ പണം, ധനമായിട്ട്, കനകഭൂഷണം, സ്വർണ്ണമായിട്ടോ അതുപോലെയുള്ള ഉപയോഗമുള്ള സാധനങ്ങൾ, ഇതെല്ലാം ചിത്താദരം വളരെ സന്തോഷത്തോടു കൂടിയിട്ട്, അല്ലാണ്ട് ശുണ്ഠിയെടുത്ത് ഇത് കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ കൊടുത്തിട്ട് കാര്യമില്ല. വളരെ ആദരവോടുകൂടി, സ്നേഹത്തോടു കൂടി, മനസ്സിൽ സന്തോഷമായും കൊണ്ട്, തൃപ്തിയായും കൊണ്ട് ഗുരുവിന് കൊടുക്കണം, ഗുരുവിനെ ഏകണം. അത് കഴിഞ്ഞിട്ട് നമിക്കണം, സാഷ്ടാംഗം നമസ്കരിക്കുക. എന്നിട്ട് ഉടൻ നീട്ടുകഴിഞ്ഞാൽ തന്മുത്താൽ, അതായത് ആ ഗുരുവിൻ്റെ മുത്ത് എന്ന് പറഞ്ഞെങ്കിൽ സന്തോഷം എന്നർത്ഥം. അപ്പോൾ സന്തോഷമായിട്ട് അദ്ദേഹം ഗുരു
അനുഗ്രഹം ചെയ്യും. ശിരസിലാണല്ലോ, തല തൊട്ടിട്ടാണ് 2 കൈയും വെച്ച് നന്നായി വരട്ടെ എന്നുള്ള മാതിരി അനുഗ്രഹം ചെയ്യും. അത് മാത്രമല്ല, അശ്രുവും കണ്ണീര്, ഇത് സന്തോഷത്തിൻ്റെ കണ്ണീരാണ് കേട്ടോ, മറ്റതല്ല. സന്തോഷമായിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തൊക്കെ ഇയാൾ പഠിച്ചിട്ടുണ്ട്, നന്നായി. ഇപ്പം ഞാൻ പറഞ്ഞു കൊടുത്തതിലൊരു ഫലമായി, ഇയാൾ പറഞ്ഞതൊക്കെ കേൾക്കുന്നുണ്ട് എന്നുള്ള ആ സന്തോഷം മനസ്സിൽ വല്ലാതെ വരുമ്പോൾ ചിലപ്പോൾ തൊണ്ട ഇടറുക തന്നെ ചെയ്യും. അങ്ങനെയാണ്. അപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് വരുന്ന സന്തോഷാശ്രു അത് മൂർധനി ശിരസിൽ ഏൽക്കണം. അതിങ്ങനെ ഗുരുവിൻ്റെ അടുത്ത് തൊഴുന്നപ്പോൾ ശിരസ് ഈ ഗുരുവിൻ്റെ കണ്ണുകളിലും താഴെയായിട്ടിരിക്കലോ. അപ്പോൾ കണ്ണീര് വീണ നേരിട്ട് മൂർധാവിൽ വീഴാനുള്ള സാധ്യതയുണ്ടല്ലോ. അങ്ങനെ അത് ഏൽക്കണം. അതിന് പകരത്ത് കുമ്പിട്ട് നിൽക്കണം എന്നർത്ഥം. അങ്ങനെ വെച്ചാൽ വിനയാന്വിതനായിട്ട് നിൽക്കണം ഗുരുവിൻ്റെ. അപ്പോഴാണ് ഗുരുത്വം ഉണ്ടാവുള്ളൂ, ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവുള്ളൂ. അങ്ങനെ ഉണ്ടായാലാണ് ഈ പഠിച്ച വിദ്യകൾ ഒക്കെ വേണ്ട സമയത്ത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കർണന് അതാണല്ലോ, കുറച്ച് ഗുരുത്വം കുറഞ്ഞു, പഠിച്ചതൊക്കെ അത് കാരണം വേണ്ട സമയത്ത് ഓർമ്മ ഉണ്ടായില്ല. അപ്പം അങ്ങനെ വരരുത്. നിങ്ങൾ ഉത്സാഹത്തോടു കൂടിയിട്ട് എന്തൊക്കെയാണ് വിദ്യ വെച്ചാൽ അതൊക്കെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഗുരുവിനെ നമസ്കരിച്ച് അദ്ദേഹത്തിന് വേണ്ടതായുള്ള സംഗതികൾ കൊടുത്തതിന് ശേഷം വേണം ഈ വിദ്യാഭ്യാസ കാലം അവസാനിപ്പിക്കാൻ. അത് ഏത് കാലത്തും, ഇക്കാലത്തും അതെ, നമ്മൾ പഠിച്ചു കഴിഞ്ഞില്ലെങ്കിൽ ആ പഠിപ്പിച്ച ആളോട് ഉള്ള നന്ദിയും കൂറും ആദരവും നമുക്ക് ജീവിതകാലം മുഴുവൻ ഉണ്ടാവണം. അതാണ് ഈ ശ്ലോകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഈ ശ്ലോകം നമുക്ക് ഒന്നുകൂടി ചൊല്ലാം. നിസ്തന്ത്രനായി അഖില വിദ്യകളും ഗ്രഹിച്ചാൽ വസ്ത്രം പണം കനകഭൂഷണമെന്നിതെല്ലാം ചിത്താദരം ഗുരുവിനേകി നമിച്ചുടൻ തന്മുത്താൽ അനുഗ്രഹവും അശ്രുവും ഏൽക്ക പിന്നെ. ഏൽക്ക മൂർധനി എന്നാണ് കേട്ടോ. നിസ്തന്ത്രനായി അഖില വിദ്യകളും ഗ്രഹിച്ചാൽ വസ്ത്രം പണം കനകഭൂഷണമെന്നിതെല്ലാം ചിത്താദരം ഗുരുവിനേകി നമിച്ചുടൻ തന്മുത്താൽ അനുഗ്രഹവും അശ്രുവുമേൽക്ക മൂർധനി. ഭൂമിയിലെ മരങ്ങളെ മുഴുവൻ പേനയാക്കുക, പിന്നെ സമുദ്രജലത്തെ എല്ലാം മഷിയാക്കുക, പിന്നെ കരഭാഗങ്ങളെയെല്ലാം കടലാസാക്കുക. എന്നിട്ട് അതിൽ ഗുരുമഹിമ എഴുതാൻ തുടങ്ങിയാൽ ഈ കടലാസ് തികയാതെ ആവും. അത്രയ്ക്കുണ്ട് ഗുരുമഹിമ എന്ന് കബീർദാസ് പറഞ്ഞത് നമുക്കിവിടെ ഓർക്കാം. നമുക്കൊക്കെ ഗുരുത്വം ഉണ്ടെങ്കിലാണ് നമ്മുടെ ജീവിതത്തിൽ വിജയം വരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ളൊരു മനസ്ഥിതിയും അങ്ങനെ വിചാരവും നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നിവിടെ നിർത്താം. അടുത്ത ദിവസം ബാക്കിയുള്ളതാവട്ടെ. എല്ലാവർക്കും നമസ്കാരം.